ഹായ് ഓൾ ശ്രീകൃഷ്ണ സന്ദേശം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് സർവീസ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഗീത, പിന്നെ എറ്റേണൽ ലൈഫ്, 3 കാർഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് നിങ്ങൾക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം എന്നത് ഭഗവാനോടുള്ള പ്രാർത്ഥനയിലാണ്, അതുപോലെ തന്നെ ഭക്തിയിലുമാണ്. ഫലേച്ഛ കൂടാതെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും അഹങ്കാരം, അസൂയ എന്നിവയിൽ നിന്നും മോചനം നേടി സഹജീവികളോട് കാരുണ്യം കാണിച്ചു കൊണ്ടുമാണ് അത് നേടിയെടുക്കേണ്ടത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ ഭഗവാനിൽ അർപ്പിച്ച് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും പരിഗണനയും കൊടുക്കുവാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് ഭഗവാൻ ഒരു ഡിവൈൻ വിസ്ഡം റിവീൽ ചെയ്ത് തരുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഭഗവാന് അത്രയേറെ പ്രിയപ്പെട്ടവരായതിനാലും ഭക്തരായതിനാലും വളരെ അമൂല്യമായ ചില സ്പിരിച്വൽ നോളജ് നിങ്ങൾക്ക് പകർന്നു തരും എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയ്ക്കും സിൻസിയറും അതുപോലെ തന്നെ പ്യൂറും ആയതിനാലാണ് ഇത് ഭഗവാൻ നിങ്ങൾക്ക് മുന്നിൽ റിവീൽ ചെയ്യിക്കുന്നത് എന്ന് ഒരു മെസ്സേജ് തരുന്നുണ്ട്. നിങ്ങൾ അതിനായി തയ്യാറാകാനും അതുപോലെ തന്നെ ഹൃദയം ഓപ്പണാക്കി വെക്കാനും പറയുന്നുണ്ട്. നിങ്ങളുടെ ഭക്തി ശുദ്ധമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഭഗവാൻ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സോൾ പവറിനെ കുറിച്ച് ഭഗവാൻ പറയുന്നുണ്ട്. ശരീരത്തിന് നാശം സംഭവിച്ചിരുന്നാലും ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ലെന്നും അതിന് ആദിയും അന്തവും ഉണ്ടാവുകയില്ല എന്നും ഒരു ഓർമ്മപ്പെടുത്തൽ ഭഗവാൻ തരുന്നു. ജീവിതത്തിൽ ആത്മീയതയെ മുറുകെ പിടിക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പിന്നെ ഭഗവാനോടുള്ള ഭക്തി, അകമഴിഞ്ഞുള്ള ഭക്തി എപ്പോഴും കൂടെ കൊണ്ടു നടക്കുക. അതുപോലെ ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ, സർവീസ് എന്ന് പറയുമ്പം കർത്തവ്യങ്ങൾ കൃത്യമായി തന്നെ അത് ചെയ്യുക. അതിന് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ നിങ്ങളുടെ കർത്തവ്യം എന്താണോ അത് കൃത്യമായി ചെയ്തു പോവുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ജീവികളെയും നശിപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യരുത്. നിങ്ങൾ കാരണം ഒരാൾക്കും ഒരു വേദനയും കൊടുക്കാനും പാടില്ല എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഭഗവാൻ അത്രയേറെ പ്രിയപ്പെട്ടവരായതിനാൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും ഒരു അല്പം പരിഗണന നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ലൈക്ക് അർജുനന് ഭഗവാന് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നല്ലോ, അതുപോലെ തന്നെയാണ് നിങ്ങളെയും കാണുന്നത്. അതേ വിസ്ഡം നിങ്ങളിലോട്ട് തരാൻ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലുള്ളൊരു വിസ്ഡം നിങ്ങളിലോട്ട് തരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധവും പരിശുദ്ധമാക്കുക, അതുപോലെ തന്നെ ഹൃദയം ഓപ്പണാക്കി വെക്കാനും ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സോള്, നമ്മുടെ ശരീരം നശിച്ചു പോകുന്നുണ്ട്. ആത്മാവ് അനശ്വരമായി തന്നെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നും നിലനിൽക്കുന്നുണ്ട്, അത് നാളെയും നിലനിൽക്കും എന്നുള്ളൊരു മഹത് വചനമാണ് ഇവിടെ ഭഗവാൻ തരുന്നത് കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്.